ഹായ്, ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്നപൂർണ സൂചിപ്പിച്ച പോലെ ഔപചാരികതയുടെ ഭാഷ പക്ഷേ എടുക്കുന്നില്ല. കാരണം ഇതൊരു കുടുംബ സംഗമമായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെയാണ് ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളും കാണാവൂ. ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ ഒരു നല്ല കാര്യം സംഭവിച്ചപ്പോൾ അതിനുവേണ്ടി ഒത്തുകൂടിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ സ്വാഗതം പറയുന്നതിന് മുൻപ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത്, എൻ്റെ എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ആദ്യം എഴുതി കാണിക്കുന്നത് ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് സർവ്വതിൻ്റെയും തലവനായ ദൈവത്തിന് നന്ദി എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അത് തന്നെ ഇവിടെ ഉറക്കെ പ്രഘോഷിക്കുകയാണ്. ദൈവാനുഗ്രഹം മാത്രമാണ് ഇന്നിവിടെ സംഭവിക്കുന്ന 65 ദിവസങ്ങൾ സ്റ്റിൽ പടം തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കാത്ത ഒരു ദൈവാനുഗ്രഹമായി തന്നെ അതിനെ കാണുന്നു. ഇനി പറയേണ്ടത് എൻ്റെ മാനസ ഗുരു, എൻ്റെ പ്രിയപ്പെട്ട ഗുരു സിദ്ദിഖ് സാർ കഴിഞ്ഞ സിനിമയിൽ ഒരു വേഷം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോയതാണ്. ആ സിനിമയുടെ OTT റിലീസ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒത്തിരി നേരം എന്നോട് സംസാരിക്കുകയും ഞാൻ പറഞ്ഞു, ഇക്ക അടുത്ത സിനിമയുടെ കഥയായിട്ടുണ്ട്, ഞാൻ വരും, ഇക്ക കേൾക്കണം, ഏത് സമയത്തും ജിസ്സിനെ വിളിക്കാതെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരാമല്ലോ എന്ന് പറഞ്ഞ് ഒരു യാത്ര പറയാനുള്ള സാവകാശം പോലും തരാതെ പോയി കളഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സിദ്ദിഖയ്ക്കാണ് ഈ സിനിമ സമർപ്പിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഒക്കെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം ഒന്ന് മനസ്സിൽ നമുക്ക് ഓർക്കാം. താങ്ക് യു. ഒരു ഏപ്രിൽ മാസം 17-ാം തീയതി തലശ്ശേരിയിൽ ആണ്ടല്ലൂർ കാവിലാണ് ഈ സിനിമ പൂജ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ആസിഫ് ട്യൂണീഷ്യ എന്ന് പറയുന്ന രാജ്യത്താണ് വേറെ സിനിമ ഷൂട്ട് നടക്കുകയാണ്. ബീച്ചേട്ടനാണ് ഒരു സ്റ്റാറായിട്ട് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് പൂജ സ്വിച്ച് ഓൺ കഴിഞ്ഞ് നേരെ അന്ന് തന്നെ കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് അനീഷ് ഇവിടെ വന്നിട്ടുണ്ട്. അനീഷ് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞപ്പോൾ, എടാ പൂജ അവിടെ നടക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ അവിടെ നിന്ന് അനീഷിനോട് ചോദിച്ചു, കുറച്ച് ദൂരെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതൊരു സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ പൂജ തുടങ്ങുകയാണ്, ഇന്ന് സിനിമ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു പ്രായം ചെന്ന ആളാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ആ പദ്ധതി എന്തു തന്നെയാണെങ്കിലും അതൊരു വൻ വിജയമായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ അനീഷ് എന്നോട് അത് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്നുള്ള കാര്യം, ഒരു പ്രായം ചെന്ന ആൾ. അദ്ദേഹത്തെ എനിക്കും അറിയില്ല, ഇന്ന് അനീഷിനും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ, നമുക്ക് ആർക്കും അറിയാത്ത ഒരാൾ പറഞ്ഞിട്ട് പോയ ഒരു ചെറിയ വാക്ക് എന്തുമാത്രം എനർജിയാണ് പിന്നീട് തുടർന്നങ്ങോട്ടുള്ള 65 ദിവസങ്ങൾക്കും ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചതെന്ന് കൂടി ഞാനിവിടെ പറയുകയാണ്. ആ നല്ല മനസ്സിനെ, ആ നല്ല വ്യക്തിയെ ഈ സമയത്ത് ഹൃദയപൂർവ്വം ഓർക്കുന്നു. ഇനി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സിനിമയുടെ കഥ എന്നോട് ആദ്യമായിട്ട് വന്ന് പറയുന്ന റൈറ്റേഴ്സ് ആനന്ദും ശരത്തും, അവിടെ നിന്നാണല്ലോ ഇതിൻ്റെ ഉത്ഭവം, അവരെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതേപോലെ ഈ കഥ ആദ്യമായി പോയി പറഞ്ഞപ്പോൾ ബിജുവേട്ടനും ആസിഫും തന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ബിജുവേട്ടൻ എത്ര ശ്രദ്ധാപൂർവ്വം, ആസിഫിൻ്റെ അടുത്ത് പലപ്പോഴും എനിക്ക് കഥ പറയേണ്ട, ചിലപ്പോൾ സൂചിപ്പിക്കാറേ പറയും, കാരണം ആസിഫ് കൂടുതലും നമ്മളെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ബിജുവേട്ടൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു കഥയുമായിട്ട് പോകുന്നത്. ബിജുവേട്ടൻ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ആ കഥ കേട്ടതും. 1.5 മണിക്കൂർ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളുടെ പേര് വെച്ചിട്ട് തിരിച്ച് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നു. ആ ബിജുവേട്ടനും ആസിഫും നെടുന്തൂണുകളായി കൂടെയുണ്ടെന്നുള്ള ധൈര്യമാണ് ഈ സിനിമ പിന്നീട് ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി സിനിമയിൽ ഉണ്ടായിരുന്ന ആരെയും വ്യക്തിപരമായി ഇനി പറയുന്നില്ല.